ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും പ്രതീക്ഷയുടെ ചെറിയൊരു തിരിനാളം തെളിഞ്ഞിരിക്കുകയാണ് നമുക്ക്. പ്രവാസികളെ തിരികെ നാട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ചെറിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള കർമ്മ പദ്ധതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം, കേരളത്തിൽ നിന്നുമാണ് ധാരാളം പ്രവാസികൾ ഉള്ളത്. അപ്പോൾ കേരളം ഇതിനോടകം തന്നെ പ്രവാസികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം റൂമുകളൊക്കെ പ്രവാസികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളം ഇതിനോടകം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കേന്ദ്രത്തെ അറിയിച്ചതുമാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളോ പരിപാടികളോ ഒന്നും തന്നെ ആസൂത്രണം ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള കാര്യത്തിൽ ചെറിയൊരു ഡിലേ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയിൽ ലോക്ക്ഡൗൺ കഴിയണം പ്രവാസികൾക്ക് തിരിച്ചു വരണമെങ്കിൽ. ലോക്ക്ഡൗൺ കഴിയുന്ന മുറക്ക് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, പ്രായമായിട്ടുള്ള ആളുകളെ, വൃദ്ധരെ, രോഗികളെ, മറ്റു അസുഖങ്ങൾ നേരിടുന്ന ആളുകളെയൊക്കെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗൺ കഴിയണം. ലോക്ക്ഡൗണിന് ശേഷമേ പ്രവാസികൾ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ അനുമതി ലഭിക്കുകയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാരുകളോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് മുതൽ നോർക്കയിൽ ഇവിടെ നിന്ന് പ്രവാസികൾക്ക് തിരിച്ചു പോകേണ്ട ആളുകളുടെ നോർക്കയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നത് മുൻഗണനാക്രമത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടെ നാട്ടിലേക്ക് തിരികെ പോകുന്ന ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ രജിസ്ട്രേഷൻ അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ടിക്കറ്റുകൾക്ക്, നാട്ടിൽ പോകുന്ന ടിക്കറ്റുകൾക്ക്, വിമാന ടിക്കറ്റുകൾക്ക് മുൻഗണന ലഭിക്കും എന്ന് കരുതേണ്ടതില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ കോവിഡ് പരിശോധനകൾക്ക് വിധേയമായി കോവിഡ് ഇല്ലാന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ സാധിക്കുക. നാട്ടിൽ ചെന്നാലും ഏതാണ്ട് 28 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറിയ പ്രതീക്ഷയുടെ ചെറിയൊരു തിരുനാളമാണ് നമുക്ക് വേണ്ടി തെളിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 2 പ്രവാസി ആളുകളുടെ മരണപ്പെട്ട മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം അനുമതി നിഷേധിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ ദുബായിൽ നിന്നും വന്ന 2 മൃതദേഹങ്ങൾ ഡൽഹിയിൽ നിന്നും തിരിച്ചയച്ച സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാസ ലോകത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത്. അതിനും കേന്ദ്ര സർക്കാർ ചെറിയൊരു തിരുത്ത് വന്നിരിക്കുകയാണ്. കോവിഡ് മൂലമല്ലാത്ത മരണങ്ങൾ നാട്ടിലേക്ക്, അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പലതരം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് പല ആളുകളും ഈ ഒരു കോവിഡ് കാലത്ത് പ്രവാസ ലോകത്ത് കഴിയുന്നത്. ഒരു ഭാഗത്ത് കോവിഡിൻ്റെ ഒരു ഭീഷണി, മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന ചെറിയൊരു അവഗണന, ഇതിലൊക്കെ പല ആളുകൾക്കും പലതരം മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് പ്രവാസ ലോകത്ത് നിന്നും ആത്മഹത്യകളും മരണങ്ങളും കൂടിയിരിക്കുകയാണ്. പലതരം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. എന്ന് നാട്ടിൽ പോകാൻ കഴിയും, എന്ന് കുടുംബങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ള പല ആളുകളുടെയും ഒരു ആശങ്കയും ഒക്കെയാണ് ഈ പല ആത്മഹത്യയിലേക്കും നയിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെയധികം സ്വാഗതാർഹമാണ്. വളരെയധികം പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഈ ഒരു തീരുമാനത്തെ കാണുന്നത്. ഇന്നലെ കുവൈത്തിൽ ഒരു മലപ്പുറം എടപ്പാൾ സ്വദേശി കുവൈത്തിൽ ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം എന്നറിയില്ല. എന്നിരുന്നാലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇവിടെ പലതരം സംഘടനകളും കൂട്ടായ്മകളൊക്കെ പലതരം മെഡിക്കൽ സേവനങ്ങളും കൗൺസിലിങ്ങും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ, കൗൺസിലിംഗ് ഇവരെല്ലാം സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സംഘടനകളെ ബന്ധപ്പെടാവുന്നതാണ്. പല സംഘടനകളും ഇവിടെ സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നുണ്ട്, മെഡിസിൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏതെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് വിളിച്ച് അവരിൽ നിന്നും എന്തെങ്കിലും ഒരു ആശ്വാസം തേടാവുന്നതാണ്. എന്തായാലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യയിലേക്ക് ആളുകൾ നയിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുവൈത്തിലേക്ക് വരികയാണെങ്കിൽ, കുവൈത്തിൽ ജാബിർ സ്റ്റേഡിയത്തിൽ 5000 കിടക്കുകളുള്ള ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും താമസിക്കുന്നതിനും അതിന് സേവനങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള, അവിടെ താമസിച്ച് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് കുവൈത്തിലുള്ള പുതുമാപ്പിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇന്ത്യക്കാർക്ക് രജിസ്ട്രേഷനുള്ള തീയതി എന്തായാലും അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ രാജ്യക്കാരുടെയും അവർ അനൗൺസ് ചെയ്ത രീതിയിലുള്ള രജിസ്ട്രേഷൻ അവസാനിച്ചു. ഇന്ന് മുതൽ എല്ലാ രാജ്യക്കാർക്കും ഇന്ത്യക്കാർക്ക് അടക്കം രജിസ്ട്രേഷന് വീണ്ടും ചെല്ലാവുന്നതാണ്. ഏതെങ്കിലും ആളുകൾ ഈ ഒരു പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് നേരിട്ട് ചെന്നിട്ട് ഇന്ന് മുതൽ നേരത്തെ പറഞ്ഞ സെൻറ്ററുകളിൽ തന്നെ ചെന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്തയായിരുന്നു. കുവൈത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇവിടുത്തെ ഒരു തദ്ദേശീയ മാധ്യമത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ ശരിയല്ല. എല്ലാം ഗവൺമെൻറ് സുതാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത്തരം വാർത്തകൾ ശരിയല്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി ലഘൂകരിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പെരുന്നാളിന് ശേഷം പൊതു അവധി അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് മുഖ്യമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം പുതിയ വാർത്തകളും വിശേഷങ്ങളും റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.